ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബീഫ് പാലുകറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അധികം സ്പൈസി അല്ല, പിന്നെ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. പിന്നെ ഇത് ചോറിനും പുട്ട്, അപ്പം, ഇടിയപ്പം ഇതിനെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇത് ബ്രെഡിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബീഫ് പാലുകറി ആയതുകൊണ്ട് ഞാൻ 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ ഇറച്ചി വേകാനുള്ള വളരെ കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. 3/4 വേവ് വേവിച്ച് മാറ്റി വയ്ക്കുക. പാല് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഈ ബൗളിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഈ പൗഡർ ഒന്ന് 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് പേസ്റ്റാക്കി എടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി മാറ്റി വയ്ക്കുക. എണ്ണയിൽ വാട്ടാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വലിയ പച്ചമുളക് ഞാനത് പിളർന്ന് വെച്ചിരിക്കുകയാണ്, 2ആക്കി പിളർന്നതാണ്. പിന്നെ ഒരു 10-12 ചെറുള്ളി വട്ടത്തിലരിഞ്ഞത് വേണം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പതുക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് പച്ചവേപ്പില വേണം. പിന്നെ നമുക്കിതിലേക്ക് 1/4 പാൽ വേണം. ഇതൊരു 3/4 കപ്പ് 1/4 പാലുണ്ടാവും. ഞാനൊരു ബൗളിലാണ് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് 1/4 പാലും ഒരു 2.5 കപ്പ് 2/2 പാലും വേണം. തേങ്ങാപ്പാൽ കുറച്ചെടുത്താൽ കറിയുടെ ടേസ്റ്റ് കുറയും കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ നമുക്ക് പ്രോസസ്സ് തുടങ്ങാം. ഞാനൊരു പാൻ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് വേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുക. വേപ്പില ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ഇഞ്ചി നന്നായിട്ട് ചൂടായ മണം വരുമ്പോഴേക്കും അതിലേക്ക് ചെറുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറുള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്ത് ചെറുള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇഞ്ചിയും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മസാല, പാലുകറിയുടെ മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ ഈ അരപ്പ് ഇതിൽ കിടന്ന് നന്നായിട്ട് വഴന്നു വരണം. അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂക്കോളം വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും പിന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സവാള ഈ അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സവാള നന്നായിട്ട് ഈ അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചതായതുകൊണ്ട് ഗ്രേവിയിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് പിന്നെ വേണമെങ്കിൽ അവസാനം നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതിയാകും. ആദ്യമേ ഉപ്പ് കൂടുതൽ ചേർത്താൽ കറിക്ക് ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ആദ്യമേ ചേർക്കുക. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പോഴേക്കും സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകും. സവാളയ്ക്ക് ഏകദേശം പകുതി അളവിലോട്ട് മാറും. കണ്ട് നമ്മളിപ്പോൾ ഇട്ടതുപോലെയല്ല, വളരെ കുറച്ചായിട്ട് മാറി. ഇപ്പോൾ കറക്റ്റായി, സവാളയൊക്കെ സോഫ്റ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും അതിൻ്റെ കൂടെയുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇറച്ചിയിൽ പിടിക്കും. നന്നായിട്ട് ഇത് ചൂടായി തിളച്ച് കഴിയുമ്പോഴേക്കും എണ്ണയൊക്കെ തെളിയും. ആ സമയത്ത് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബീഫും മസാലയും നന്നായിട്ട് ഈ തേങ്ങാപ്പാലിൽ അലിയുന്നത് വരെ വഴറ്റി കൊടുക്കുക. 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റേണ്ടി വരും. അതിനുശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ വിനീഗർ ചേർക്കുക. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പുളിക്കുള്ള വിനീഗർ ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് 3 ടീസ്പൂൺ ചേർത്താലേ എൻ്റെ ഈ കറിക്കുള്ള പുളി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഞാനിപ്പോൾ 3 ടീസ്പൂൺ ഡൈല്യൂട്ടഡ് വിനീഗറാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പുളിക്കുള്ള വിനീഗർ ചേർക്കുക. കുറച്ച് ചേർത്തിട്ട് അവസാനം നോക്കിയിട്ട് പോരെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇത് തിളച്ചതിന് ശേഷം ഇത് കവർ ചെയ്ത് ഈ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് തിക്കാവുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കാവും. ഇതിനിടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തുടരെ ഇളക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് ഈ ഗ്രേവിയിൽ മിക്സ് ആയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നമ്മളുടെ ബീഫ് പാലുകറി റെഡിയായി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ബീഫ് പാലുകറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വളരെ ഡെലീഷ്യസ് ആണ്. നിങ്ങൾക്ക് അവസാനം ആ കുരുമുളക് പൊടിയൊക്കെ ഇടുന്നതിന് മുന്നേ അതിൻ്റെ പുളിയും ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ ബീഫ് പാലുകറി എല്ലാവരും ട്രൈ ചെയ്യുക. തനി നാടൻ രുചിയിലുള്ള ബീഫ് പാലുകറിയാണിത്. കേരള സ്റ്റൈലിലുള്ള ബീഫ് പാലുകറി. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും പിന്നെ സാധാരണ ചോറിനും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.